അഭിഷേക് ശ്രീകുമാറും നന്ദനയും കൂടെ സിജോയ്ക്കെതിരായിട്ടുള്ള ഗെയിം പ്ലാൻ ചെയ്യുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: സിജോ കയറി വന്നപ്പോഴേ അവൻ്റെ വിചാരം അവനെന്തോ ഹീറോ ആയിട്ടാണ് കയറി വന്നതെന്നും അതുപോലെ തന്നെ അവൻ്റെ വിചാരം അവന് പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ആണെന്നുമാണ്. നമുക്കല്ലേ അറിയാവുള്ളൂ അവന് പുറത്തൊരു ഉണ്ടയും ഇല്ലെന്ന്. അതുപോലെ ഇവിടെയും കുറേ ആളുകൾ അവൻ കയറി വന്നതുകൊണ്ട് അവനെ ഭയങ്കര ഹീറോ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഒരിക്കലും അവന് പ്രവോക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അവൻ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാനൊന്നും നിൽക്കേണ്ട. അങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പ്രൊവോക്ക് ചെയ്യും. അങ്ങനെ നമ്മളെ വെച്ചിട്ട് അവൻ ഗെയിം കളിക്കും. അതിൻ്റെ ആവശ്യമില്ല. അവന് നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അവനോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കേണ്ട എന്നുള്ള രീതിക്കാണ് അഭിഷേക് നന്ദനയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് ഗെയിം കളിക്കാനുള്ള സ്പേസ് ഒന്നും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഭിഷേക് ഒരു ഗെയിം പ്ലാൻ തന്നെ സിജോയ്ക്കെതിരായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അഭിഷേകിന് തോന്നിക്കാണണം സിജോ ഒരു എതിരാളിയാണ് എന്നുള്ള തരത്തിൽ തോന്നിക്കാണണം എന്ന്